അതെ, എന്റെ ഒരു സർപ്രൈസ് വിസിറ്റ് ഗിരിക്ക് എപ്പോ വേണമെങ്കിലും പ്രതീക്ഷിക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പോരുവോ? ഇപ്പോഴോ? അതെ, ഇപ്പൊ തന്നെ. വേഗം വരുവോ? അത് വേണ്ട, ഒരു 2-3 ദിവസമൊക്കെ കഴിയട്ടെ, ഞാൻ വരാം. ഓ, അങ്ങനെ ആയിക്കോട്ടെ. അതൊക്കെ പോട്ടെ, എങ്ങനെയുണ്ട് അവിടുത്തെ കാര്യങ്ങള്? പുതിയ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ? പിന്നെ സ്വർഗമല്ലേ, സ്വർഗം. ഗിരിയോടെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നല്ലോണം പാടുപെടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അത് പോട്ടെ, 1 മാസത്തെ കാര്യമല്ലേ ഉള്ളൂ, അതുവരെ ഒന്ന് ക്ഷമിക്കൂട്ടോ. ആയിക്കോട്ടെ. ശരി, ഓക്കെ, ടേക്ക് കെയർ. ബൈ. അപ്പൊ നമ്മള് തിരിച്ചു പോവല്ലേ? എങ്ങോട്ട്? ഗിരിയെ പിക്ക് ചെയ്യാൻ. നമ്മള് പോയി വിളിച്ചാലേ കക്ഷി അവിടുന്ന് എപ്പ ഇറങ്ങി ചോദിച്ചാ മതി. കുറച്ച് ദിവസേ അവനോടെ കെട്ടിക്കട്ടെ, അപ്പോഴാണ് നമ്മുടെയൊക്കെ വില അവൻ അറിയും. വാ. അച്ഛമ്മ ആരെയായി നോക്കുന്നേ? കോഴിക്കോടിന് വരുന്നവരെ എന്താ വൈകുന്നേന്ന് നോക്കുക. അവര് വന്നു തോന്നുന്നു. തക്കുടൂനിപ്പോ എങ്ങനെയുണ്ട്? പ്രകൃതി ചികിത്സയില്ലേ അച്ഛമ്മ, ഇത്തിരി കഷ്ടപ്പാടാണ്. എന്ത് കഷ്ടപ്പെട്ടിട്ടായാലും അവന്റെ ആരോഗ്യം തിരിച്ചു കിട്ടിയാ മതിയായിരുന്നു ഭഗവാനെ. അമ്മ നോക്കിക്കോ, പഴയതിനേക്കാളും ആരോഗ്യത്തിലായിരിക്കും അമ്മയുടെ തക്കുട് വരാൻ പോകുന്നത്. അല്ല, സുമി എവിടെ? നിങ്ങൾ ഒന്നിച്ചല്ലേ വന്നത്? അവളിങ്ങ് എത്തിയില്ലേ? ഞങ്ങൾക്ക് മുമ്പേ കോഴിക്കോടുന്ന് പോന്നാണല്ലോ. അല്ല, ഇവിടെ എത്താൻ നേരമായില്ലേ? ആകാശം സ്നേഹയല്ലേ കൂടെ ഉള്ളത്. വേറെ ഏതെങ്കിലും റൂട്ട് മാറ്റി പിടിച്ചാലും മതി. അമ്മയാണല്ലോ. ആ, ഫോണെടുത്തുള്ള കാര്യം പറ. ഹലോ, സുമി എവിടെയാ? നിങ്ങളെന്താ ലേറ്റ് ആവുന്നത്? അത് പിന്നെ അമ്മേ, ഞാനൊന്ന് വീട്ടിൽ കയറിയിട്ട് വരാന്ന് വിചാരിച്ചു. അതെന്തിനാ അങ്ങോട്ട് പോയത്? വരുന്ന വഴിയില് ഒന്ന് സനുവിനെ കയറി കണ്ടിട്ട് വരാന്ന് വിചാരിച്ചു. ഞാനും ആ വഴി വന്ന് അവളെ ഒന്ന് കാണുമെന്ന് വിചാരിച്ചിരുന്നതാ. പക്ഷേ ഞങ്ങൾ നേരെ ഇങ്ങ് പോന്നു. സുമി അവൾക്ക് ഫോണൊന്ന് കൊടുത്തേ. അയ്യോ അമ്മേ, ഞാനങ്ങോട്ട് പോകുന്നതേ ഉള്ളൂ, എത്തിയിട്ടില്ല, കാറിലോ ഉള്ളത്. ശരി ശരി, പെട്ടെന്ന് പോയിട്ട് വാ. നീ ഇങ്ങനെ പേടിച്ചു നിൽക്കുന്നോണ്ടാ അവരിങ്ങനെ ഭരിക്കാൻ വരുന്നത്. നീ കുറച്ചും കൂടെ ബോൾഡ് ആണോ സുമിത? മോളെ, അച്ഛാ, മോളെ, അമ്മേ, എല്ലാം ഈശ്വരന്റെ വക പരീക്ഷണങ്ങളായിരുന്നു എന്ന് കരുതിയാ മതി. എന്തായാലും ഗിരിക്ക് ആപത്തൊന്നും സംഭവിച്ചില്ലല്ലോ. പക്ഷെ സനുവിന് സംഭവിച്ചോർക്കുമ്പോ എന്തു ചെയ്യാം, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. സനു എവിടെ അമ്മേ? അവള് മുറിയിൽ കിടക്ക്. കുറച്ചു ദിവസത്തെ വിശ്രമം വേണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. എപ്പം നോക്കിയാലും കരച്ചില് തന്നെ കരച്ചില്. ഞാനൊന്ന് സനുവിനെ കണ്ടിട്ട് വരാം. സനു, സുമതേച്ചി എന്നോട് ക്ഷമിക്കണം. എന്റെ വയറ്റി വളരുന്ന കുഞ്ഞിന് ഒരാപത്തും വരാതെ പൊന്നുപോലെ നോക്കിക്കോളാന്ന് ഞാൻ സുമതേച്ചിക്ക് വാക്ക് തന്നിരുന്നു. പക്ഷെ ആ വാക്ക് പാലിക്കാൻ എനിക്ക് പറ്റിയില്ല. ചേച്ചി എന്നോട് ക്ഷമിക്കണം, എനിക്ക് മാപ്പ് തരണം. നീ സൂക്ഷിക്കാൻ വേണ്ടിയാ ഞാൻ അന്നങ്ങനെ പറഞ്ഞത്. പക്ഷെ നമ്മൾ പോലും നനച്ചിരിക്കാതെയാ ജീവിതത്തിൽ ചില അപകടങ്ങൾ സംഭവിക്കുന്നത്. ഒരു പ്രശ്നമില്ലാതെ നന്നായിട്ടിരുന്ന ഗിരിയ ഈ വാർത്ത കേട്ട് തകർന്ന് താഴെ വീണത്.
അത് നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു? ഞാൻ കാരണം എന്റെ ഗിരിയേട്ടനും വീണു പോയല്ലോ. അയ്യോ, ഗിരിയുടെ കാര്യം പറഞ്ഞ് ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല. നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്ന ദുരന്തങ്ങളെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. അമ്മയാണല്ലോ. ഞാൻ നിന്നോട് പറയാൻ വിട്ടുപോയി. അമ്മ എന്നെ വിളിച്ചിരുന്നു, നിന്നോട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു. സനു ഫോൺ എടുക്ക. ഹലോ, ശ്രീ, ഈ സമയത്ത് സനുവിന് ധൈര്യം കൊടുക്കേണ്ടത് നീയാ. അങ്ങനെയുള്ള നീ ഇങ്ങനെ തകർന്നു പോയ എങ്ങനെ ശരിയാവും മോനെ? എത്ര സങ്കടകരമായ കാര്യങ്ങളാ ചേച്ചി നമ്മുടെ കുടുംബത്തിൽ നടക്കുന്നത്. എന്റെ കൂടെപ്പിറപ്പുകളുടെ കണ്ണീരിന് ഞാൻ ആരോട് സമാധാനം പറയണ്ട ഈശ്വര. അത്ര വലിയ തെറ്റിനാ ഞാൻ കൂട്ടുനിന്നത്. എന്നാലും അമ്മ അത്രയൊക്കെ സുമിതയെടുത്തിയ കുറ്റം പറഞ്ഞിട്ടും അതൊന്നും ഗിരിയേട്ടന്റെ തലയിൽ കയറിയില്ലാന്ന് പറഞ്ഞാ അതിത്തിരി കടുത്തുപോയി. എങ്ങനെ കടുക്കാതിരിക്കും? അവന്റെ കംപ്ലീറ്റ് റിമോട്ട് കൺട്രോളും സുമിതയുടെ കയ്യിലാണെന്ന് ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. കല്യാണത്തിന് മുമ്പ് അമ്മ പറയുന്നതിനപ്പുറം ഒരക്ഷരം പറയില്ലായിരുന്നു ഗിരിയേട്ടൻ. ഓ, കല്യാണത്തിന് മുമ്പ് ചേച്ചിക്ക് എന്തൊക്കെയായിരുന്നു അവളെ കുറിച്ച്? മിഡിൽ ക്ലാസ് ഫാമിലിയാണ്, വിദ്യാഭ്യാസമുള്ള അടുക്കളക്കാരി, അടങ്ങി ഒതുങ്ങി വീടിന്റെ ഒരു മൂല കഴിഞ്ഞോളും, അവളുടെ ഒരു ചരടിന്റെ അറ്റ എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടാവും, എന്തൊക്കെയായിരുന്നു. എന്നിട്ടിപ്പോ എന്തായി? ഗിരിയുടെ ചരടിന്റെ കറ്റ അവടെ കയ്യിലായി. ഇപ്പൊ ദൈവം പോലും സുമിതയുടെ കൂടെയാന്നാ തോന്നുന്നേ. ഇല്ലെങ്കി പിന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ലോക തോൽവിയായി പോകുമായിരുന്നോ? അല്ല, അമ്മ എന്താ അഭിപ്രായം ഒന്നും പറയാത്തെ? നിങ്ങൾ എല്ലാരും കൂടി എനിക്കൊരു ഇത്തിരി മനസമാധാനം തരുമോ? ഉള്ള മനസമാധാനം പോകാതിരിക്കാനാണ് ഞങ്ങൾ ഈ പറയുന്നത്. ഇപ്പൊ തന്നെ നോക്ക്, നിങ്ങളെല്ലാരും കൂടെ ഗിരിയെ കാണാൻ കോഴിക്കോട് പോയി. നിധിയും ചേച്ചിയും വന്നിട്ട് എത്ര നേരമായി? എന്നിട്ട് അവൾ എവിടെ? നാട് നീളെ പറയെടുപ്പ് കഴിഞ്ഞിട്ടാണോ ഭാര്യ ഭർത്താവിന്റെ വീട്ടിൽ വരേണ്ടത്? മരുമോളെ നിലയ്ക്ക് നിർത്താൻ കഴിവുള്ളവളായിരിക്കണം അമ്മായി അമ്മ. ചേച്ചി ആ ഫോൺ എടുത്ത് അവളെ ഒന്ന് വിളിക്ക്. എന്നിട്ട് 4 എണ്ണം അങ്ങ് പറ. അമ്പിയങ്ങളാ പറഞ്ഞത് പോയിന്റ്. എന്റെ അമ്മായിയമ്മ എങ്ങനെ ആകണായിരുന്നു. ഓ, കേട്ടില്ലമ്മ എഴുന്നള്ളിയെന്നാ തോന്നുന്നേ. സുമിമോള് വന്നെന്നാ തോന്നുന്നേ. ഇനിയിപ്പൊ തള്ളയും മോളും കൂടി കോഴിക്കോട്ടെ പായാരം പറച്ചിലായിരിക്കും. ഇനി അത് മുഴുവൻ നമ്മൾ സഹിക്കണം. നമുക്ക് ഞാൻ ഇനി പോയോ? അച്ഛമ്മേ, എന്നാ പിന്നെ ഞങ്ങള്. അയ്യോ, നിങ്ങള് യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ചല്ലേ? വാ, വന്ന് ചായ കുടിച്ചിട്ട് പോവാ. വാ വാന്നേ. വേണ്ട അച്ഛമ്മേ, പോയിട്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നു. എന്നാ പിന്നെ രാത്രി യാത്രയില്ല. ഗുഡ് നൈറ്റ്. ശരിയടാ. ശരി മോളെ. ശരി എന്നാ. അതെ, എന്തായി കോഴിക്കോട് പോയിട്ടുള്ള വിശേഷങ്ങൾ മോളെ? അതൊക്കെ വലിയ കഥയച്ചമ്മേ, ഒരുപാട് പറയാനുണ്ട്. ആണോ? നീ പറഞ്ഞോ, ഞാൻ കേൾക്കാൻ തയ്യാറാ. പറഞ്ഞോ മോളെ. അവിടെ ഇരിക്കേ. ബാ ബാ ബാ. നോക്ക്, തള്ളയും മോളും കൂടെ രഹസ്യം പറച്ചിൽ തുടങ്ങി.
നമ്മള് കേൾക്കാൻ പാടില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങള് അവൾ ആ തള്ളയോട് പറഞ്ഞു കൊടുക്കുക. അതാ അവിടെ തന്നെ അങ്ങ് ഇരുന്ന് കളഞ്ഞത്. ഹേ, ചേച്ചി അങ്ങോട്ട് ചെല്ല്. ആ ചെല്ലെന്ന്. നിങ്ങളെന്താ ഇവിടെ തന്നെ ഇരുന്ന് കളഞ്ഞത്? യാത്ര കഴിഞ്ഞിട്ട് വന്നതല്ലേ, സുമി ഒന്ന് ഫ്രഷ് ആയിട്ട് വിശ്രമിക്കേ. അതെ, എനിക്ക് ഇവളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. നീ പോ. നീ നിന്ന് താളം ചവിട്ടാതെ നീ നിന്റെ ജോലി നോക്കാനിരാതെ. എന്താ ഇത്? നീ പറഞ്ഞത് തന്നെയാ കേസ്. എന്ത്? നമ്മൾ അറിയാൻ പാടില്ലാത്ത എന്തോ ഒന്നാ അവിടെ സംസാരിക്കുന്നത്. അതല്ലേ ഞാൻ പറഞ്ഞു. അപ്പോ നീ മഹാലക്ഷ്മിയെ കണ്ടു അല്ലേ? അതെ അച്ഛമ്മേ, ഞാൻ കണ്ടു. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞാൻ ഇനിയും കോഴിക്കോട് പോകും. ഗിരിയുടെ അമ്മയെ കണ്ടെത്തുക തന്നെ ചെയ്യും. നീ ഇവിടെ ഗിരിയുടെ ഭാര്യയായിട്ട് എത്തിയതേ ഒരു ദൈവ നിയോഗമാണ് മോളെ. ഇല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ അവന്റെ സ്വന്തം അമ്മയെ കണ്ടെത്താൻ പറ്റുമായിരുന്നില്ലല്ലോ മോളെ. എനിക്കും കാണണം മഹാലക്ഷ്മിയെ. അതിനുള്ള വഴി ഞാൻ ഉണ്ടാക്കാച്ചമ്മേ. അതുവരെ ഈ കാര്യങ്ങളൊന്നും ഇവിടെ ആരും അറിയാൻ പാടില്ല. എല്ലാം രഹസ്യമായിട്ട് വേണം ചെയ്യാൻ. ഇല്ലെങ്കിൽ മഹാലക്ഷ്മിയമ്മയുടെ ജീവൻ പോലും അപകടത്തിലായിന്ന് വരും. അവള് പറയുന്നത് മുഴുവൻ ആ മഹാലക്ഷ്മി അമ്മയുടെ കഥകൾ തന്നെയാ. എനിക്ക് ഉറപ്പാ. ചേച്ചി വെറുതെ ടെൻഷൻ അടിക്കണ്ട. അവര് ചിലപ്പം ഗിരിയുടെ വിശേഷങ്ങൾ പറയായിരിക്കും. അത് കേൾക്കാനല്ലേ ആ തള്ളക്കും ഇഷ്ടം. മതി, ഇന്ന് മതി. നേരെ ഒരുപാടായി. നിനക്ക് നല്ല യാത്രാക്ഷീണം കാണില്ലേ? കുളിച്ചിട്ട് പോയി കിടന്നു. ചെല്ലേ. ശരി. നീ അവളെ ശ്രദ്ധിച്ചോ? എന്താണ്? അവൾ എന്നെ നോക്കിയിട്ട് ഒരാക്കിയ ചിരി ചിരിച്ചിട്ട് പോയത് കണ്ടോ? എന്താ അതിന്റെ അർത്ഥം? എനിക്ക് പകരേ മഹാലക്ഷ്മി അമ്മയെ ഗിരിയുടെ അമ്മയായി ഈ വീട്ടിൽ കൊണ്ടുവന്ന് വാഴിക്കും എന്ന അഹങ്കാരവാ ആ മുഖത്ത്. എല്ലാം കൈവിട്ടു പോവുകയാണല്ലോ അമ്പി. ചേച്ചി പേടിക്കണ്ട, ഒന്നും കൈവിട്ടു പോവില്ല. ഗിരിയുടെ മേലുള്ള നമ്മുടെ പിടി ഒന്നുകൂടൊന്ന് മുറുക്കിയാ മാത്രം മതി. കോഴിക്കോട് ചികിത്സ കഴിയുന്നിടം വരെ സുമിതയ്ക്ക് ഗിരിയെ കാണാനോ സംസാരിക്കാനോ ഉള്ള അവസരം ചേച്ചിയായിട്ടുണ്ടാക്കരുത്. മനസ്സിലായോ? ബാക്കി പണി ഞാനേറ്റു. അവിടെ ഒരു പോക്ക്. എന്തൊരു ശല്യം ഇത്! മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കത്തില്ലല്ലോ.
നല്ല സുമി, ഞാൻ സുമിയോട് മുമ്പ് ചെയ്ത പാപങ്ങൾക്കുള്ള ശിക്ഷയാണെന്ന് കരുതിയാ മതി. വേണമെങ്കിലേ ഞാനൊരു സാമ്പിൾ കേൾപ്പിച്ചു തരാം. എന്റെ ദൈവമേ, എന്താ ഇത്? എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ. മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നത് ശരിയല്ലെന്നൊക്കെ എനിക്കറിയാം. എന്നാലും എന്റെ ഗതികേട് സുമിയെന്ന് അറിയണമല്ലോ. നീ എന്തിനു വാതില് കുറ്റിയിട്ടത്? പേടിക്കണ്ട, ഏട്ടത്തി ഉപദ്രവിക്കാനൊന്നുമല്ല. ഏട്ടത്തിയോട് എനിക്ക് സീരിയസ് ആയി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കുറച്ച് കള്ളത്തരം കാണിച്ചിട്ടാണെങ്കിലും ഏട്ടത്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഘട്ടം അതെന്തായാലും കഴിഞ്ഞു. ആ മഹാപാപത്തിന് എനിക്കും കൂട്ടു നിൽക്കേണ്ടി വന്നു. അതൊക്കെ നമുക്കിനി മറക്കാം. ഇനിയെങ്കിലും ഏട്ടത്തി ഈ നാടകങ്ങളെ അവസാനിപ്പിച്ച് സാധാരണ ജീവിതത്തിലൂടെ തിരികെ വരണം. ഞാൻ പറയുന്ന ഏട്ടത്തിക്ക് മനസ്സിലാവുന്നുണ്ടോ? ഗർഭാലസിപ്പോയൊരു പാവം പെണ്ണെന്ന ട്രീറ്റ്മെന്റ് ആണ് ഏട്ടത്തിക്ക് ഈ വീട്ടിൽ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതേട്ടത്തി നന്നായി ആസ്വദിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സത്യം എന്താണെന്ന് ഇപ്പൊ നമുക്ക് രണ്ടുപേർക്കും മാത്രമേ അറിയൂ. കഴിഞ്ഞ ദിവസം തന്നെ ശ്രീയേട്ടൻ എന്തോ സംശയം പ്രകടിപ്പിച്ചതിന്റെ പേരിൽ ഏട്ടത്തി ശ്രീയേട്ടനെ എല്ലാവരുടെ മുന്നിലും വെച്ചു വളരെ മോശപ്പെട്ടവനാക്കി. ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഈ വീട്ടിൽ ആവർത്തിച്ചാൽ അത് വെറുതെ നോക്കി നിൽക്കാൻ എന്നെ കിട്ടില്ല. നടന്ന കാര്യമെല്ലാം ഞാൻ എല്ലാവരോടും വിളിച്ചു പറയും. പിന്നെ ഈ വീട്ടിൽ ഏടത്തിയുടെ സ്ഥാനം എന്തായിരിക്കും ഏടത്തിക്ക് അറിയാലോ. ഈ വീട്ടിൽ മാത്രമല്ല, സ്വന്തം വീട്ടിലും ഏട്ടത്തിക്ക് തലയുയർത്തി നിൽക്കാൻ പോലും പറ്റില്ല. ഒരു കൊടും വഞ്ചകിയുടെ മുഖമായിരിക്കും ഏട്ടത്തിക്ക് എല്ലായിടത്തും. ദയവേത് നീ എന്നെ ഉപദ്രവിക്കരുത്. നീ പറയുന്നത് എന്ത് ഞാൻ കേൾക്കാം. നീ പറയുന്നത് പോലെ ജീവിക്കാം. നീ പറഞ്ഞത് ശരിയാ. എന്റെ ജീവിതത്തിലെ വലിയൊരു പ്രതിസന്ധി ഘട്ടം കടന്നു കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോ ഫാഷൻ ഷോയും മറ്റുമായിട്ട് ഞാൻ പ്രൊഫഷണൽ ജീവിതത്തില് സജീവമായിക്കോളാം. സംഭവിച്ചതെല്ലാം ഒരു ദുസ്വപ്നം പോലെ മറന്ന് ജീവിച്ചോളാം ഞാൻ. എനിക്കിങ്ങനെയൊരു രണ്ടാം ജന്മം തന്നതില് ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് നിന്നോടാ നന്ദു, നിന്നോട് മാത്രം. അതുകൊണ്ട് നീ എന്നോട് ക്ഷമിക്കണം. ഞാൻ നീ പറയുന്നത് പോലെ നന്നായി ജീവിച്ചോളാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സൂര്യ നമസ്കാരമാണ്. സൂര്യ നമസ്കാരം എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം.